രംഗത്തെ ചോരയോടൊപ്പം നിങ്ങൾക്ക് പുച്ഛമാണെന്നറിയാം. കാരണം നിങ്ങളുടെ യുവജന പ്രസ്ഥാനങ്ങൾ അധികാരത്തിന്റെ തണലിൽ അതിന്റെ സുഖലോലുപതയിൽ അവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ മറന്ന് റാൻ മൂളുന്ന ആളുകൾ മാത്രമായിട്ടുണ്ടെങ്കിൽ തെരുവിലെ സമരങ്ങളോട് നിങ്ങൾക്കിപ്പോ പുച്ഛമാണെന്നും അവിടെ നടക്കുന്ന മർദ്ദനങ്ങൾ നിങ്ങളുടെ നേതാവിന്റെ വാക്ക് കേട്ടിട്ട് രക്ഷാപ്രവർത്തനവുമാണെന്ന് വിശ്വസിച്ചു പോകുന്ന യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആളുകൾ കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ മുഴുവൻ സമരങ്ങളെയും റദ്ദു ചെയ്യുകയാണ്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്ഷേപമാണ്. അവസാനം ചോദിക്കുന്നത് താടി എന്തേ പഠിക്കാഞ്ഞ്, മീശ എന്തേ പഠിക്കാഞ്ഞ്. ഞാൻ ബാർബർ ഷോപ്പിലേക്കല്ല, ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് ചികിത്സയ്ക്ക് വേണ്ടി പോയത്. അവിടെ ചെന്നിട്ട് ചികിത്സക്ക് താടി പഠിക്കണോ മീശ പഠിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല. ആ പണിയെടുക്കാൻ അവിടെ ഡോക്ടർമാരുണ്ടെന്നല്ലാതെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോടോ AKG സെന്ററിലോ ചോദിച്ചിട്ട് മൂക്കിനുള്ളിലൂടെ ഓപ്പറേഷൻ നടത്തുമ്പോൾ താടി പഠിക്കണോ എന്ന് ചോദിച്ചിട്ടാണോ ആരെങ്കിലും സർജറി നടത്തുന്നത്? നിങ്ങളും കണ്ടതല്ലേ പ്രചരണങ്ങൾ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഡോക്ടറോടൊന്ന് ചോദിച്ചു, എന്നിട്ട് എന്താ ഈ താടിയുടെയും മീശയുടെയും കാര്യം? അയാൾ പറയാം, സാറേ വിവരമില്ലാഞ്ഞിട്ടാണ്. എൻഡോസ്കോപ്പിക്കായിട്ട് ഇത് ചെയ്യുമ്പോ സർജൻ മീശ പഠിക്കാനും താടി പഠിക്കാനും പറയില്ല. അനസ്തീഷ്യ നടത്തുന്ന ഡോക്ടറാണ് വേണമെങ്കിൽ പറയുന്നതിന്റെ കാരണം ട്യൂബ് ഇട്ടിട്ട് ഇത് ഒട്ടിച്ചു വെക്കുമ്പോ ഈ സ്റ്റിക്കർ ഇവിടെ ഒട്ടാതിരിക്കാൻ പാടില്ല എന്ന് മാത്രം. പക്ഷെ അപ്പൊ ഡോക്ടർ പറഞ്ഞു അതിനൊക്കെ ഇപ്പൊ പുതിയ സ്റ്റിക്കറാണ് സാറേ, അതൊക്കെ അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ ഒട്ടും, അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല. ശബരിമലയിലെ പൊന്നുകെട്ടതിന്റെ PMC ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ പിന്നീട് വന്നതിന്റെയൊക്കെ അത് ജനങ്ങളിടയിലേക്ക് ചർച്ചയാവാതിരിക്കാൻ നമ്മളൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇല്ലാതാക്കാൻ, പറഞ്ഞാൽ ഇതൊക്കെയാണ് കോലമെന്ന് കാണിച്ചു തരാനൊക്കെ വേണ്ടിയിട്ടാണോ എന്തോ മൂക്കിനും മുഖത്തും ഒക്കെ അടിച്ച് തലക്കൊക്കെ അടിച്ചിട്ട് കുറച്ച് ചോര കയറ്റി മൂക്കിന്റെ പാലും പൊട്ടിയാൽ എന്നാ പിന്നെ ശരി വീട്ടിലിരുന്നേ കഴിഞ്ഞ് മിണ്ടുന്നില്ല, പറയുന്നില്ല. ഞാൻ ആരും വെല്ലുവിളിച്ച് എനിക്ക് ശീലമില്ല, വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയവും എനിക്കില്ല. പക്ഷെ ഞാൻ സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, പോലീസിലെ ഗുണ്ടകളെ വെച്ച് 2 തല്ല് തല്ലിയാൽ നാവ് ഒതുങ്ങിപ്പോകുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് വെച്ച് വെള്ളം വാങ്ങിവെക്കുകയായിരിക്കും നല്ലതെന്ന് സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുക. എന്നിട്ട് പിന്നെ ഇവരുടെ AI ടൂൾ ഉപയോഗിച്ചിട്ടൊന്നും ആളെ കണ്ടെത്തുന്നില്ല, സാധനം പുറത്തു വരുന്നില്ല. നമുക്ക് AI ടൂളൊന്നും വേണ്ടില്ല. ആറിന്റെ സ്ക്രീൻ വെച്ചിട്ട് സാധനത്തിലേക്ക് കണ്ണൊന്നും കൂടെ തുറന്നിട്ട് നോക്കിയപ്പോഴാണ് ഇത് അടിച്ച ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നത്. അന്വേഷിച്ച് ചെല്ലുമ്പോ എന്താ, ലെവനിപ്പോ സർവീസിലേ ഇല്ല എന്നുള്ളതാണ് അവിടെ അന്വേഷിക്കുമ്പോൾ പറയുന്നത്. അവരെ ഡിസ്മിസ് ചെയ്യാനുള്ള ഓർഡറിലേക്ക് ഒരുക്കി വെച്ചതിന്റെ വാർത്തകളാണ് അവരെല്ലാം കാണിക്കുന്നത്. കൂടെയുള്ള 2 പേര് ഡിസ്മിസൽ ആയതിന്റെ വാർത്തകളാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ അവിടുന്ന് പിന്നെ പുറത്തു വന്ന വിവരം എന്തായിരിക്കും, നാദാപുരത്തിന്റെ ഉദ്ഘാടനം ഉള്ളതുകൊണ്ട് ഇവിടുന്ന് കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട്. എന്നോട് നിർത്താൻ വേണ്ടിയാണ് പറയുന്നത്. ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അതിന് പഞ്ചായത്തിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 7 മണിക്ക് ഏറ്റത്. ഇനി നേരം വൈകാൻ പറ്റില്ല, എനിക്ക് ഓടിപ്പോണം. അപ്പം ഇത് അന്വേഷിച്ചപ്പോ ഈ അടിച്ച ആള് ഒരുപാട് കേസിലകപ്പെട്ട് ക്രിമിനൽ കേസിൽപ്പെട്ട് ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യപ്പെടേണ്ടവനും സസ്പെൻഡ് ചെയ്തിട്ട് ഡിസ്മിസ് ചെയ്യപ്പെടേണ്ടവനാണ് എന്നുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ആളെ പോലീസിനകത്ത് CPM ഗുണ്ടകളെ പോലെ രഹസ്യമായി കൊണ്ട് പാർപ്പിച്ച് അവന്റെ ഫോട്ടോ വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കി നമ്മളെയൊക്കെ തല്ലി ഒതുക്കി അവരുടെ ഈ ദുർഭരണം തുടരാമെന്ന് അവർ ധരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആവർത്തിക്കുന്നു, ജനങ്ങളെക്കാൾ വലിയ ശക്തിയല്ല ഭരണകൂടമെന്ന് അവർ തിരിച്ചറിയുന്ന നാളുകൾ വരാൻ പോവുകയാണ്. വളയത്തെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് ഐക്യ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ UDF നൽകുന്ന വോട്ടും പാഴായി പോവില്ല. അവർക്കൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഉജ്ജ്വലമായി പദയാത്ര ഇന്നലെ ആരംഭിച്ച് ഇന്ന് വൈകുന്നേരം സമാപിക്കുമ്പോൾ ഈ പഞ്ചായത്തിന്റെ തെരുവോരങ്ങളിലൂടെ നടന്ന് ഇന്ന് ഈ അങ്ങാടിയിൽ ഉജ്ജ്വലമായ സമാപന സംഗമത്തിലേക്ക് ഒഴുകിയെത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ സമരാഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ജനഹിതമനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ സമാപന സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.